അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് മധുര പലഹാരം, അറബിക് ഡെസേർട്ടായിട്ടുള്ള ലഗീമാത്ത്, നമ്മൾ കീമാത്ത് എന്ന് പറയും. അപ്പോൾ നമുക്കത് തുടങ്ങാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, വാ. അപ്പോൾ ലഗീമാത്തിന് വേണ്ടി 1 കിലോ മൈദ ഉണ്ട്, അത് കപ്പിലൊന്ന് അളന്നെടുക്കുക. 1 3 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. അപ്പം 3 കപ്പ് മൈദയ്ക്ക് ഒരു 3/4 ടീസ്പൂണ് ഈസ്റ്റ് കുറച്ചിട്ടിട്ട് കുറച്ച് വാം വാട്ടറിൽ, ഇളം ചൂട് വെള്ളത്തിൽ അവിടെ വെക്കുക. 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കണം. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കണം. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ച ഈസ്റ്റും കൂടെ ഇതിലൊഴിക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പില്ല, 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി വെള്ളം കൊണ്ട് വെച്ചു. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ആദ്യം 1.25 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ 1 കപ്പും കൂടെ അല്പമായിട്ട് ഇങ്ങനെ ചേർക്കുക. മാവ് ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സാഫ്രാൻ പൗഡർ ചേർത്തിട്ടുണ്ട്. അത് ആദ്യം കാണിച്ചിട്ടില്ല. അപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ മൂടി വെച്ച് അവിടെ കവർ ചെയ്തിട്ട് അവിടെ വെക്കുക. 1.5 മണിക്കൂർ കഴിയുമ്പോൾ മാവ് പൊങ്ങിയതിൻ്റെ ശേഷം ലഗീമാത്ത് ഉണ്ടാക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ പൊങ്ങി വരും. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. എന്തായെന്ന് നോക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഓയിൽ ചൂടാക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ എടുക്കുക. ആ സ്പൂണിൽ ഇങ്ങനെ എണ്ണയിൽ മുക്കിയെടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുക. കയ്യിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ പുരട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കണം. കയ്യുമ്മേ എണ്ണ തടവിൻ്റെ ശേഷം കുറച്ച് മാവ്, പൊങ്ങി വന്ന മാവ് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുക. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. ഇങ്ങനെ അടിച്ച്
അപ്പോൾ ഓരോന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക, മറിച്ചിട്ട് ഫ്രൈ ആക്കുക, എല്ലാ ഭാഗവും ഒരേമാതിരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഗീമാത്ത് എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയ നമുക്ക് എടുത്ത് കോരി വെക്കാം. അപ്പോൾ ഈ ഫ്രൈ ആയി വന്നിട്ട് ഇതിങ്ങനെ എടുത്ത് കോരി മാറ്റി വെക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ മാവെടുക്കുക, എണ്ണയിലേക്കിടുക. അപ്പോൾ ലഗീമാത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സിറപ്പൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്. അപ്പോൾ ഈ കീമാത്തേക്ക് കുറച്ച് തമർ സിറപ്പ് ഒഴിക്കുക, ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ്. ഇങ്ങനെ എല്ലായിടത്തും ആവുന്ന രീതിക്ക് ചുറ്റിച്ചു കൊടുക്കും. അതിന് മുകളിൽ കുറച്ച് വെളുത്ത എള്ള് വിതരാം. ഇതിൽ ഓരോന്നിലും ഓരോ വുഡൻ പിന്നിങ്ങനെ കുത്തി വെക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പറാണ്. അടിപൊളി. ഗുലാബ് ജാമിൻ്റെ ആദ്യത്തെ ടേസ്റ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കീമാത്ത് നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മോനുവിൻ്റെ 2 കൂട്ടുകാർ വന്നിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഗസ്റ്റായിട്ട്. അപ്പോൾ കീമാത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് അറബി വീടുകളിൽ, അറബി നാട്ടിൽ കല്യാണത്തിനും മാരേജ് ഫംഗ്ഷനുകൾ, പിന്നെ റംസാനിന് നോമ്പ് തുറക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ് കീമാത്ത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.